Hello all. Today we are learning about departmentation. Departmentation is the process of grouping activities into units and subunits for administrative purposes. These units can be divisions, branches, sections, or jobs, and the process is applied across all levels of an organization. അതായത് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരേപോലെയുള്ള ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഒരേപോലെയുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ പല യൂണിറ്റ്സ് ആയിട്ടും സബ് യൂണിറ്റ്സ് ആയിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടി ഗ്രൂപ്പ് ചെയ്യും. അങ്ങനെയുള്ള കാര്യത്തിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഈ യൂണിറ്റ് എന്ന് പറയുന്നത് വേണമെങ്കിൽ പല സെക്ഷൻസ് ആകാം, പല ജോബ്സ് ആകാം, ബ്രാഞ്ചസ് ആകാം, ഡിവിഷൻസ് ആകാം എന്ന് പറയുന്നു. ആൻഡ് ഇറ്റ് ഈസ് അപ്ലൈഡ് അക്രോസ് ഓൾ ലെവൽസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. വി ഓൾ നോ ദാറ്റ് ഓർഗനൈസേഷനിൽ മെയിൻലി 3 ലെവൽസ് ആണുള്ളത്. ഏതൊക്കെയായിരുന്നു? ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ദ ലോവർ ലെവൽ. ഇതിൽ എല്ലാ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിലും ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റേഷൻ വളരെയധികം എപ്ലിക്കബിൾ ആണ്. ആൻഡ് മെയിൻലി departmentation is structured based on management levels categorized into 3 stages. ആ 3 stages ആണ് primary departmentation, intermediate departmentation and ultimate departmentation. And primary departmentation means it is the initial breakup of functions into different activities. അതായത് ഇനീഷ്യലി ഫോർ എക്സാമ്പിൾ ഫൈനാൻസ് ഫങ്ഷൻ അല്ലെങ്കിൽ എന്താണ് ഫൈനാൻസ് ആസ് വെൽ എസ് സെയിൽസ്, പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുന്നത് മേജറായിട്ടും വരുന്ന കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസ് ആണ്. സോ ആ ഇനീഷ്യൽ ബ്രേക്കപ്പിനെയാണ് നമ്മൾ പ്രൈമറി ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇൻ്റർമീഡിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ മീൻസ് ക്രിയേഷൻ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അറ്റ് ദ മിഡിൽ ലെവൽ ഓഫ് ദ ഓർഗനൈസേഷൻ. മീഡിയം ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻ്റർമീഡിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് വിളിക്കുന്നത്. ആസ് വെൽ ആസ് ലോവർ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസിനെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് അൾട്ടിമേറ്റ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ അപ്രോച്ചസ് ടു ഡിപ്പാർട്ട്മെൻറ്റേഷൻ. മെയിൻലി വി ഹാവ് 2 approaches, top down approach and bottom up approach. Top down approach means the activities are divided from the top executive level down to the operating level, representing a downward division of tasks and responsibilities. അതായത് നമുക്കറിയാം ഹൈറാർക്കി പ്രകാരം 3 ലെവൽസ് ആണല്ലോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ടോപ്പ് ലെവലിൽ നിന്ന് ആക്ടിവിറ്റീസ് ഡിവൈഡ് ചെയ്തുകൊണ്ട് താഴേക്ക് വരുന്നതിനെയാണ്, അതായത് ലോവർ ലെവൽ വരുന്നതിനെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡൗൺവേർഡ് ഓഫ് ഡിവിഷൻ ഓഫ് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതായത് ഒരു ഡിസെൻട്രലൈസ്ഡ് ഫോമാണ് നമ്മൾ ടോപ്പ് ഡൗൺ അപ്രോച്ചിൽ കാണുന്നത്. ഡിസെൻട്രലൈസേഷൻ എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് അതോറിറ്റി, ടോപ്പ് ലെവലുള്ള അതോറിറ്റി താഴേക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡിസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അതോറിറ്റി മാത്രമല്ല, ആ കാര്യങ്ങളെ താഴേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെയാണ് ഡിസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ച് മീൻസ് the tasks at the lower levels are grouped into individual jobs which are then grouped into administrative units. And these units are further combined to establish ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അതായത് ഒരു സെൻട്രലൈസ്ഡ് ഫോം, നമ്മൾ ടോപ്പ് ഡൗൺ അപ്രോച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബോട്ടം അപ്പ് അപ്രോച്ച്. ആദ്യം ഓപ്പറേറ്റിംഗ് ലെവലിൽ, അതായത് ലോവർ ലെവലിലെ ടാസ്കുകളെ ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് അത് ഒരു സെൻട്രലൈസ്ഡ് ഫോമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലേക്ക് അത് സെൻട്രലൈസ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു കാര്യത്തിനെയാണ് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. ആൻഡ് മെയിൻലി വി ഹാവ് 5 methods ഓഫ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ ഫങ്ഷൻസ്, by products or services, by project team, by location and by customers. ഇതാണ് 5 തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റേഷൻ. So I repeat, the departmentation by functions, by products or services, by project team, by location and by customers. And these methods help the organizations to enhance specialization and improve coordination across different units. അതായത് ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് തരംതിരിക്കുമ്പോൾ, ഓരോ ആക്ടിവിറ്റീസിന് നമ്മൾ പല ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തരംതിരിക്കുമ്പോൾ നമുക്ക് എന്താണ് ഗുണം? എന്താണ്? സ്പെഷ്യലൈസേഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, കോർഡിനേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ ഫങ്ഷൻസ്. അപ്പോൾ എന്തായിരിക്കും ബൈ ഫങ്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റീസ് ബേസ്ഡ് ഓൺ സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻ ലൈക്ക് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് ഓർ ഫൈനാൻസ്.
അതായത് ഒരേപോലെയുള്ള കാര്യങ്ങളെ ഓരോ ഫങ്ഷൻ്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ പ്രോഡക്റ്റ്സ് ഓർ സർവീസസ് മീൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഓരോ പ്രോഡക്റ്റ് ലൈൻ ഓരോ പ്രോഡക്റ്റ് കാറ്റഗറിയുടെ ബേസിസിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആക്കി അറേഞ്ച് ചെയ്യുന്നതിനെയാണ്, സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ പ്രോഡക്റ്റ്സ് ഓർ സർവീസസ്. ആൻഡ് ദ ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ പ്രോജക്റ്റ് ടീം, അതായത് ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി ഫുൾഫിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഓരോ ഫങ്ഷണൽ ഏരിയാസിൽ നിന്നും മെമ്പേഴ്സിനെ എടുത്തുകൊണ്ട് ഒരു ടെമ്പററി ടീമായിട്ട് ഫോം ചെയ്യുന്നതിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ പ്രോജക്റ്റ് ടീം എന്ന് പറയുന്നത്. ഓക്കെ, ഫോമിങ് ടെമ്പററി ടീംസ് ഫോർ സ്പെസിഫിക് പ്രോജക്റ്റ്, drawing members from various functional areas. And the next one is departmentation by location. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും, വി ആർ കാറ്റഗറൈസിങ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് എങ്ങനെയായിരിക്കും, ബേസ്ഡ് ഓൺ ജോഗ്രഫിക്കൽ ഏരിയാസ് ഓർ ടെറിട്ടറീസ്. ഇപ്പോൾ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ ലൊക്കേഷൻ. ദെൻ ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ കസ്റ്റമേഴ്സ്, അതെന്താ സംഭവം, ഡിപ്പാർട്ട്മെൻറ്റ്സിനെ കസ്റ്റമേഴ്സിൻ്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് എങ്ങനെയൊക്കെ കസ്റ്റമേഴ്സിനെ ഡിവൈഡ് ചെയ്യാം, ഒന്നെങ്കിൽ നമുക്ക് ഏജ് ഗ്രൂപ്പ് നോക്കി ഡിവൈഡ് ചെയ്യാം, അവരുടെ കസ്റ്റമേഴ്സിൻ്റെ സ്പെസിഫിക് നീഡ്സ് ആൻഡ് വാണ്ട്സ് നോക്കി ഡിവൈഡ് ചെയ്യാം. സോ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ കസ്റ്റമേഴ്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് നോക്കാം. ആദ്യത്തെയാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ ഫങ്ഷൻസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ദ എൻറ്റയർ ആക്ടിവിറ്റീസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഈസ് ഗ്രൂപ്പ്ഡ് ടുഗെദർ ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻസ് സച്ച് ആസ് പ്രൊഡക്ഷൻ, ഫൈനാൻസ്, മാർക്കറ്റിംഗ് എക്സെട്ര. ഓരോ ഫങ്ഷൻസിനനുസരിച്ച് നമ്മൾ ആ ഓർഗനൈസേഷൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ മെയിൻ സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരിക്കും. അവരായിരിക്കും അതിൻ്റെ മേജർ ഹെഡായിട്ട് സെർവ് ചെയ്യുന്നത്. ആൻഡ് ഈ ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിനനുസരിച്ച് ഈ പ്രൈമറി ഡിപ്പാർട്ട്മെൻറ്റിനെ ഫർദറായിട്ട് സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും ക്ലാസിഫൈ ചെയ്യപ്പെടും. അതായത് ഓരോ മെയിൻലി ഇപ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പ്രൈമറി ഡിപ്പാർട്ട്മെൻറ്റ്, അതിന് ഫർദറായിട്ട് അതിനുള്ളിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകൾ സെക്കൻഡറി ലെവലിൽ ഡിവൈഡ് ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. ആൻഡ് ഇതാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ ഫങ്ഷൻസ് എന്ന് വിചാരിച്ചാൽ മീനിങ്. Then we are going to learn about the merits and limitations of functional departmentation. മേജറായിട്ട് മെറിറ്റ്സ് പറയുന്നത് സ്പെഷ്യലൈസേഷൻ. കാരണം മാനേജ്മെൻറ്റ് ലെവലിലെ എക്സ്പേർട്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ആദ്യം തന്നെ സ്പെഷ്യലൈസേഷനാണ് വരുന്നത്. ഓരോ ഫങ്ഷൻസിൻ്റെ ബേസിസിലാണല്ലോ ഡിപ്പാർട്ട്മെൻറ്റ് ആക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് സ്പെഷ്യലൈസേഷൻ പറ്റും. ഇറ്റ് എൻഹാൻസ് ദ ഓവറോൾ ഓർഗനൈസേഷൻ ബെനിഫിറ്റ്സ്. സ്റ്റാൻഡർഡൈസേഷൻ, സ്പെഷ്യലൈസേഷൻ കാരണം ദേ ക്യാൻ പ്രൊഡ്യൂസ് ദ സ്റ്റാൻഡർഡൈസ്ഡ് പ്രോഡക്റ്റ്, അതായത് ഒരേപോലെയുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ആ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിന് സാധിക്കും. And it will increase high efficiency. Higher efficiency ആണ് the third point. ഈ എക്സ്പേർട്ടുകളുടെ ഗൈഡൻസ് നമ്മൾ പറഞ്ഞു, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്പെഷ്യലിസ്റ്റുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ അവരുടെ ഗൈഡൻസ് പ്രകാരം വർക്ക് ചെയ്യുമ്പോൾ ആ എൻറ്റയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യപ്പെടും. ദെൻ സിംപ്ലിസിറ്റി, ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇംപ്ലിമെൻറ്റ്. റെഡ്യൂസ് മാനേജറിയൽ ഓവർലോഡ്. സ്പെഷ്യലൈസേഷൻ പ്രിവെൻറ്റ്സ് മാനേജേഴ്സ് ഫ്രം ബീങ് ഓവർ ബർഡൻഡ്, അതായത് മാനേജറിയൽ ഓവർലോഡ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നു. ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ, ഫെസിലിറ്റേറ്റ്സ് കോർഡിനേഷൻ ആൻഡ് ഇറ്റ് എൻഷുർ ഫ്ലെക്സിബിലിറ്റി. അതായത് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഡാപ്റ്റബിൾ ആണ്. ദിസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇസ് ഫ്ലെക്സിബിൾ. ആൻഡ് സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ, അതായത് ഇതിനൊരു ഫ്യൂച്ചർ ഗ്രോത്തിന് എലോ ചെയ്യുന്നതാണ് ഈ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ആൻഡ് ഇതിൻ്റെ മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ്. ഇറ്റ് വയലേറ്റ്സ് ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്. അതായത് സബോർഡിനേറ്റ്സ് മേ ഗെറ്റ് ഡയറക്ഷൻസ് ആൻഡ് ഓർഡേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് ഫങ്ഷണൽ മാനേജേഴ്സ്. സബോർഡിനേറ്റ്സിന് ഒന്നിൽ കൂടുതൽ ഫങ്ഷണൽ മാനേജേഴ്സിൽ നിന്നും ഗൈഡൻസ് കിട്ടാം. സോ ഇറ്റ് വയലേറ്റ്സ് ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്. ദെൻ സെക്കൻഡ് വൺ, കോർഡിനേഷൻ ഡിഫിക്കൽറ്റി. അതായത് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് വരുമ്പോൾ, ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് എന്നർത്ഥം, ആക്ടിവിറ്റീസ് വരുമ്പോൾ അത് കോർഡിനേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ആൻഡ് തേർഡ് പോയിന്റ് പറയുന്നത് മേ ബി ഫങ്ഷണൽ മാനേജേഴ്സ് മേ ഫോക്കസ് ഓൺലി ഓൺ ദ ഡിപ്പാർട്ട്മെൻറ്റ്, നെഗ്ലക്റ്റിംഗ് ദ ഹോൾ ബിസിനസ്. അപ്പോൾ ആ ഒരു ഫങ്ഷണൽ ബേസിസിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു ഫങ്ഷണൽ മാനേജർ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗ്രോത്ത് മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്, വിത്തൗട്ട് കൺസിഡറിങ് ദ ഗ്രോത്ത് ഓഫ് ദ ഹോൾ ബിസിനസ്.
ദെൻ ദ കോൺഫ്ലിക്ട്സ്, അതായത് ഒരേ ലെവലിൽ വരുന്ന സ്പെഷ്യലിസ്റ്റുകൾ തമ്മിൽ കോൺഫ്ലിക്ട്സ് സാധ്യത ഉണ്ടായേക്കാം. ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് വർക്കേഴ്സ് ആർ അക്കൗണ്ടബിൾ ടു മൾട്ടിപ്പിൾ ബോസസ് causing hardship and overlapping authority, which means അതായത് ഹാർഡ്ഷിപ്പ്, അതായത് ഒന്നിൽ കൂടുതൽ സുപ്പീരിയറിൽ നിന്നും അവർക്ക് ഗൈഡൻസ് കിട്ടുമ്പോൾ അവർ ഒന്നിൽ കൂടുതൽ സുപ്പീരിയേഴ്സിന് അക്കൗണ്ടബിളാണ്, ആൻസറബിളാണ്. അത് വരുമ്പോൾ ഒരു അതോറിറ്റി ഓവർലാപ്പ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് നോട്ട് ഐഡിയൽ ഫോർ ജോഗ്രഫിക്കൽ സെൻട്രലൈസേഷൻ ഓർ എംഫസിസ് ഓൺ പ്രോഡക്റ്റ് ലൈൻ, അതായത് ഒരു ഡീസെൻട്രലൈസേഷൻ സ്ട്രക്ചറിൽ ഒരിക്കലും ഈ ഒരു ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ സൂട്ടബിൾ അല്ല എന്നാണ് പറയുന്നത്. ദെൻ അടുത്തതാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ പ്രോഡക്ട്സ് ഓർ സർവീസസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ദിസ് മെത്തേഡ് ഈസ് അഡോപ്റ്റഡ് ബൈ ലാർജ് ഓർഗനൈസേഷൻസ് വിത്ത് ഡൈവേഴ്സ് പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോസ്. അതായത് ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത് ലാർജ് ഓർഗനൈസേഷൻസ് ആയിരിക്കും. ഒന്നിൽ കൂടുതൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രോഡക്ട്സുകൾ ഉള്ളവരാണ് ഇത് ചെയ്യുന്നത്, ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. അതായത് ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ലൈൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇലക്ട്രോണിക് കമ്പനി എന്ന് പറയുന്നത് അതൊരു പ്രോഡക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ നടത്തുന്ന ഒരു കമ്പനി. അങ്ങനെ ഇലക്ട്രോണിക് കമ്പനീസൊക്കെ അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഒരു ഇലക്ട്രോണിക് കമ്പനി പലതരത്തിലുള്ള ഇലക്ട്രോണിക് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിനാണ് ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ആ പ്രോഡക്ട്സിൻ്റെ ബേസിസിൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ ചെയ്യുന്നതിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ പ്രോഡക്ട്സ് ഓർ സർവീസസ് എന്ന് പറയുന്നത്. And this method is adopted by large organizations with diverse product portfolios. Product lines are segregated with special product managers overseeing each. ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് മാനേജേഴ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ഈച്ച് പ്രോഡക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെൻറ്റ്, മാനുഫാക്ചറിങ്, സെല്ലിംഗ് ആൻഡ് പേഴ്സണൽ ഫങ്ഷൻസ് റിലേറ്റഡ് ടു ഇറ്റ്സ് അസൈൻഡ് പ്രോഡക്റ്റ് ലൈൻ. അപ്പോൾ അത് അവരുടേതായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അവരുടേതായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, മാനുഫാക്ചറിങ്, സെല്ലിംഗ്, അതുപോലെ എല്ലാ കാര്യങ്ങളും ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയായിരിക്കും റെസ്പോൺസിബിളായിട്ട് വരുന്നത്. And the head office sets overall objective and determines goals for each division, and their performance is measured separately. Head office overall objective നോക്കും, അതിന് ഡിഫറെൻറ്റ് ഗോൾസ് ഓരോ ഡിവിഷനുള്ള ഗോൾസും ഡിറ്റർമൈൻ ചെയ്യുമെന്നാണ് പറയുന്നത്. ആൻഡ് മേജർ മെറിറ്റ്സ് ആർ സ്പെഷ്യൽ അറ്റൻഷൻ. ഓരോ പ്രോഡക്റ്റ് ലൈനും ഒരു അറ്റൻഷൻ, ഒരു ഫോക്കസ് കിട്ടും, സോ ദാറ്റ് ഇറ്റ് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് ദ സ്റ്റാൻഡർഡൈസ്ഡ് ഔട്ട്പുട്ട്. ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് പ്രോഫിറ്റ് റെസ്പോൺസിബിലിറ്റി. കാരണം ഓരോ യൂണിറ്റും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ അക്കൗണ്ടബിൾ ആണ്. സോ അതുവഴി അവരുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഒരു പ്രോഫിറ്റ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരും. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു അസസ് ദ പെർഫോമൻസ് ഓഫ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. മെഷറബിൾ ആയിട്ട് നമുക്ക് പെർഫോമൻസ് മെഷർ ചെയ്യാൻ ഈസിയാണ്. ആൻഡ് ഈസിയർ കോർഡിനേഷൻ ആണ്. ഫങ്ഷണൽ ആക്ടിവിറ്റീസ് വിത്ത് എ പ്രോഡക്റ്റ് ലൈൻ ആർ ബെറ്റർ കോർഡിനേറ്റഡ്. ആൻഡ് പിന്നെ സ്പെഷ്യലൈസ്ഡ് പ്രോഡക്റ്റ് അഡ്വാൻറ്റേജ്. ടോപ്പ് മാനേജ്മെൻറ്റിന് ഓരോ പ്രോഡക്റ്റിനെ പറ്റിയും മാർക്കറ്റിൽ വരുന്ന കാര്യങ്ങളെ പറ്റിയും വളരെ ഒരു ഇൻസൈറ്റ്സ് കിട്ടും. ഇഫക്റ്റീവ് കൺട്രോൾ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് സെപ്പറേറ്റ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് ഒരു ബെറ്റർ കൺട്രോൾ പോസിബിൾ ആവും. ആൻഡ് ഫോസ്റ്റർ ഡെവലപ്മെൻറ്റ് ഓഫ് ഓവറോൾ മാനേജേഴ്സ്. ഇതാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ പ്രോഡക്ട്സ് ഓർ സർവീസസിൻ്റെ മേജറായിട്ട് വരുന്ന മെറിറ്റ്സ്. Then what are the demerits of product departmentation? ഒന്ന്, കോർഡിനേഷൻ കോംപ്ലക്സിറ്റി. ടു മെനി പ്രോഡക്ട്സ് ഉണ്ടായിരിക്കുമ്പോൾ കുറേ അധികം ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇറ്റ് മേ ക്രിയേറ്റ് സിഗ്നിഫിക്കൻറ്റ് കോർഡിനേഷൻ ചലഞ്ചസ് എന്നാണ് പറയുന്നത്. ദെൻ അടുത്തത് മാനേജറിയൽ എഫിഷ്യൻസി ഡിറ്ററേഷൻ. അതായത് കൂടുതൽ യൂണിറ്റ്സ് വളരെയധികം വലുതാവുമ്പോൾ അതൊരു മാനേജറിയൽ എഫിഷ്യൻസി കുറയാനായിട്ട് കുറയാനാണ് സാധ്യത. ദെൻ ഇൻ്റർ ഡിവിഷണൽ കോൺഫ്ലിക്ട്സ്. അതായത് പലതരം ഡിവിഷൻസ് ഉണ്ടാകുമ്പോൾ there may arise the conflicts between different divisions within the organization. ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ പല ഡിവിഷൻസും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് തരുന്നത് ഇത്രയാണ്. ഇറ്റ് ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കെയർഫുൾ പ്ലാനിങ് and the robust communication strategies when implementing the product departmentation to mitigate the potential drawbacks. So that നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് വളരെയധികം പ്ലാനിങ്ങിൻ്റെ ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തൊരു 3 കാറ്റഗറീസാണ്
ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ പ്രോഡക്റ്റ് അതിനെ മെട്രിക് സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, എ മെട്രിക് സ്ട്രക്ചർ ഈസ് അഡ്വൈസബിൾ വെൻ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ഷെയർ എക്യുപ്മെൻറ്റ്, സെയിൽസ് പേഴ്സണൽ ഓർ മാർക്കറ്റ് ചാനൽസ്. അതായത് ഒന്നിൽ കൂടുതൽ പ്രോഡക്ട്സ് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് ഈ എക്യുപ്മെൻറ്റ്സിനും മാർക്കറ്റ് ചാനൽസിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരേ സാധനം ഒരേ മാർക്കറ്റ് ചാനൽസ് എക്യുപ്മെൻറ്റ്സ് ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മെട്രിക് സ്ട്രക്ചറാണ് ഏറ്റവും നല്ലത്. For example, if a production division manufactures various products, the product managers may not have the direct line authority over production, accounts or market staff. Instead, these divisions and product managers report to the chief executive. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഡിവിഷൻ ആണ് വേരിയസ് പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ ആ പ്രോഡക്റ്റ് മാനേജറിന് പ്രൊഡക്ഷൻ്റെ മുകളിലോ മീൻസ് അക്കൗണ്ട്സിനിലോ മാർക്കറ്റിംഗ് സ്റ്റാഫിൻ്റെ മുകളിലോ കൺട്രോൾ ഉണ്ടായിരിക്കില്ല. അവർ ഡയറക്റ്റ്ലി റിപ്പോർട്ട് ചെയ്യുന്നത് എവിടേക്കായിരിക്കും? ചീഫ് എക്സിക്യൂട്ടീവിനായിരിക്കും. സോ ഇങ്ങനെ വരുന്ന ഒരു മോഡലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മെട്രിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ഓഫ് പ്രോജക്റ്റ് ടീം. അതും ഒരു മെട്രിക് സ്ട്രക്ചറാണ്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടെമ്പററി പ്രോജക്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ടീം ഫോം ചെയ്യുന്നു. വൺസ് ആ ഒരു പെർട്ടിക്കുലർ കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെമ്പററി ആണ്, ആ ഒരു പ്രോജക്റ്റ് ടീം ഡിസോൾവ് ആയി പോകും. എ പ്രോജക്റ്റ് ടീം ഈസ് ഫോംഡ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ടു കണ്ടക്ട് സ്പെസിഫിക് സ്റ്റഡീസ്, ഡെവലപ്പ് ന്യൂ പ്രോഡക്ട്സ് ഓർ കംപ്ലീറ്റ് അസൈൻമെൻറ്റ്സ്. This team is led by a project manager who analyze the activities, manages the team, select the personnel from various departments involved in the project. അപ്പോൾ അവിടെയും അതിലും ഒരു പ്രോജക്റ്റ് മാനേജർ ഉണ്ടായിരിക്കും. ആ ഹോൾ ടീമിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ആ പ്രോജക്റ്റ് മാനേജർ ഉണ്ടാകുന്നത്. ആൻഡ് ഇതും ദിസ് സ്ട്രക്ചർ ഈസ് ഓൾസോ സിമിലർ ടു ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ പ്രോഡക്റ്റ്. ദെൻ അടുത്ത ഒരു ടൈപ്പാണ് കോമ്പോസിറ്റ് ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. മെനി ഓർഗനൈസേഷൻസ് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് കോമ്പോസിറ്റ് ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് കമ്പൈൻസ് ഫങ്ഷണൽ ആൻഡ് പ്രോഡക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ഫങ്ഷണൽ ആൻഡ് പ്രോഡക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റേഷനെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ളൊരു ടൈപ്പാണ് കോമ്പോസിറ്റ് ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ഇതിന് അടുത്തൊരു ചെറിയൊരു കാറ്റഗറിയാണ് ടെറിട്ടോറിയൽ ഓർ ലൊക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ഇതിൻ്റെ ഒരു പ്രത്യേകത, അതായത് ഒരു ജോഗ്രഫിക്കൽ ഏരിയ വഴി കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ഡു ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ ലൊക്കേഷൻസ് ആണ്. അപ്പോൾ ജോഗ്രഫിക്കൽ ഏരിയ വളരെയധികമുള്ള കവർ ചെയ്യപ്പെടുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ അങ്ങനെയുള്ള കമ്പനീസ് അഡോപ്റ്റ് ചെയ്യുന്ന രീതിയാണ് ലൊക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ. The entire organization is grouped by geographical area with each area managed by an executive. അപ്പോൾ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു കമ്പനി ആണെങ്കിൽ അവർക്ക് പല ഡിപ്പാർട്ട്മെൻറ്റ്സ് അങ്ങനെ സെറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ സദേൺ റീജിയൻ മാനേജർ, വെസ്റ്റേൺ റീജിയൻ മാനേജർ, അല്ലെങ്കിൽ നോർത്തേൺ സോണിൽ ആരാണ്, അങ്ങനെ ആ ഏരിയ വഴി ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയ നോക്കി ഡിവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റേഷനാണ് ഈ ലൊക്കേഷണൽ അല്ലെങ്കിൽ ടെറിട്ടോറിയൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഒരു മേജർ ബെനിഫിറ്റ്സ് ആ ഹെഡ് ഓഫീസിൽ മെയിൻലി അവർക്ക് ദേ ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ ലോങ് റേഞ്ച് പ്ലാനിങ്, കോർഡിനേഷൻ, സ്പെഷ്യലിസ്റ്റ് സ്റ്റാഫ് സർവീസസ് ലൈക്ക് റിസർച്ച് ആൻഡ് അഡ്വർടൈസിങ് എക്സെട്ര. ആൻഡ് ദ മേജർ മെറിറ്റ്സ് ആർ കാറ്റേഴ്സ് ടു റീജിയണൽ നീഡ്സ്. ഇപ്പോൾ ഓരോ റീജിയൻ സോൺ, ഓരോ നോർത്തേൺ സോൺ, സദേൺ സോൺ, അങ്ങനെ ഓരോ റീജിയനിലെ ലൊക്കേഷൻ്റെ ആവശ്യങ്ങളനുസരിച്ച്, കാരണം വ്യത്യാസമായിരിക്കും ഓരോ റീജിയനിലുള്ള ആൾക്കാരുടെ ടേസ്റ്റ് പ്രിഫറൻസ് തന്നെ ഡിഫറെൻ്റ് ആയിരിക്കാം. സോ ആ സ്പെസിഫിക് റിക്വയർമെൻറ്റ് തന്നെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും. കാറ്റേഴ്സ് ടു റീജിയണൽ നീഡ്സ്, ഡീസെൻട്രലൈസേഷൻ, കോസ്റ്റ് റിഡക്ഷൻ, പോളിസി അഡാപ്റ്റബിലിറ്റി, profit assignment, measurable performance, and quick decisions. Then the limitations of territorial departmentation. Mainly ഇതിൻ്റെ ലിമിറ്റേഷൻസ് പറയുന്നത് കൂടുതൽ സ്റ്റാഫ്സിന് ആവശ്യമുണ്ട്. സോ ഇറ്റ് റിക്വയർസ് മോർ സ്റ്റാഫ് ആൻഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഫങ്ഷൻസ്. ഒരേപോലെയുള്ള ഫങ്ഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഹയർ മെയിൻ്റനൻസ് കോസ്റ്റ്, കോർഡിനേഷൻ ഡിഫിക്കൽട്ടി, ഹയർ ഓപ്പറേഷണൽ കോസ്റ്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഫോർ കോൺഫ്ലിക്ട്സ്. ഈ സോണൽ ഓഫീസും ഹെഡ് ഓഫീസും തമ്മിലുള്ള കോൺഫ്ലിക്ട്സിന് സാധ്യതയുണ്ട്. ആൻഡ് ദീസ് ആർ ഓൾ അബൌട്ട് ദ ടെറിട്ടോറിയൽ
ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ദെൻ അടുത്തതാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ കസ്റ്റമേഴ്സ്. ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത, ദ ഹോൾ എൻ്റർപ്രൈസ് ഇസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദ കസ്റ്റമേഴ്സ് ദാറ്റ് ഇറ്റ് സെർവ്സ്. അപ്പോൾ ഏത് കസ്റ്റമേഴ്സിനെയാണോ അവർ സെർവ് ചെയ്യുന്നത് ആ കസ്റ്റമേഴ്സിൻ്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ബൈ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് യൂഷ്വലി ഇറ്റ് ക്യാൻ ബി ബേസ്ഡ് ഓൺ ലാർജ് ആൻഡ് സ്മോൾ കസ്റ്റമേഴ്സ്, rich and poor customers, industrial customers and other customers, male and female customers, income-based customer division, age-based customer division, etc. യൂഷ്വലി ഈ ഒരു ഫോമിലായിരിക്കാം ഈ കസ്റ്റമറിൻ്റെ ബേസിസിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റേഷൻ ചെയ്യുന്നതെന്ന് പറയുന്നു. സോ താങ്ക് യു.